എന്തും പറഞ്ഞോന്ന് ബൂസീരി ലൈസൻസ് കൊടുത്തില്ലേ? അതിനനുസരിച്ച് മുഹമ്മദ് നബി അഹദാണ് റബ്ബാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. എന്നിട്ട് അത് ബഹുമാന പരസ്പരം ആളുകൾ ചൊല്ലുന്നു. നബിയെ, നിങ്ങൾ ഔദാര്യത്തിൽ നിന്നുള്ളതാണ് ഈ ദുനിയാവും ആഖിറവും. ദുനിയാവും ആഖിറവും റസൂലിന്റെ ഔദാര്യത്തിനുള്ളതാണ്. നോക്കണം, നിങ്ങൾ അള്ളാഹ്ക്കുള്ളതല്ലേ ദുനിയാവും ആഖിറവും? അത് റസൂലിന്റെ ഔദാര്യത്തിൽപ്പെട്ടതാ എന്ന് മാത്രല്ല, വമിൻ ഉലൂമിക, നിങ്ങളുടെ വിജ്ഞാനത്തിൽ നിന്ന് കുറച്ച് മാത്രമാണ് ഇൽമൽ ലൗഹി വൽ ഖലമി, ലൗഹുൽ മഹ്ഫൂദിലെ വിജ്ഞാനവും അള്ളാഹുവിന്റെ കലമിന്റെ വിജ്ഞാനവും. കലം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ എഴുത്ത് യന്ത്രം. എല്ലാ കാര്യങ്ങളും അവൻ രേഖപ്പെടുത്തി വെക്കാൻ ഉപയോഗിക്കുന്നവന്റെ എഴുത്ത് യന്ത്രത്തിന്റെ വിജ്ഞാനം അറ്റമുണ്ടോ അതിന്? അത് തന്നെ റസൂലിന്റെ വിജ്ഞാനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതിന്റെ ബഅലാണ്, കുറച്ച് മാത്രമാണ്. അപ്പൊ റസൂലിന്റെ വിജ്ഞാനം ഏറ്റവും വലിയ വിജ്ഞാനി റസൂലായി. എന്തൊരതിര് കവിച്ചിലാണിത്! ഇതാണ് സുഹൃത്തുക്കളെ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചത്. അവർ ഈസ നബിയെ ആരാധിച്ചത് ഈസ നബിയോട് കോപമുള്ളത് കൊണ്ടല്ല. യഹൂദികൾ ഉസൈർ നബി ആരാധിച്ചത് അദ്ദേഹത്തോട് കോപമുള്ളത് കൊണ്ടല്ല, സ്നേഹത്തിൽ അതിര് കവിഞ്ഞു. അതന്നെയാണ് വാസ്തവത്തിൽ മുസ്ലിം സമുദായത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അത് പരത്തി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട്, സൂചന മാത്രം ഞാൻ നൽകിയതാണ്. നമ്മുടെ ആളുകൾ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ മുഹമ്മദ് നബിയെ പറ്റി എന്തെല്ലാം പൊട്ടപ്പോയത്തങ്ങളാ വിശ്വസിക്കുന്നത്. ഇപ്പൊ സമസ്തക്കാരൻ 3-ാം ക്ലാസ്സിലെ മദ്രസാ പുസ്തകമുണ്ട്, താരിഖുർ റസൂൽ. എന്റെ കുട്ടികൾ എവിടെയാ പഠിക്കണേ? അത് ഓളോടെ അവിടെ മുജാഹിദ് മദ്രസ ഉണ്ടാവും. അത് ഏതെങ്കിലും ഒരു മദ്രസയിൽ പോയാൽ പോരെ. ഖുർആനൊന്ന് ഓതാൻ പഠിക്കണം, കുറച്ച് നിസ്കാരവും പഠിക്കണം എന്നല്ലാതെ. സുഹൃത്തുക്കളെ, ഖുറാഫി മദ്രസയിൽ നിന്ന് എന്തൊക്കെയാ പഠിപ്പിക്കണ അറിയോ? ഇതൊക്കെയാ പഠിപ്പിക്കണേ. ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെയാ പഠിപ്പിക്കണേ. നബി തങ്ങളുടെ പ്രകാശം താരിഖുർ റസൂൽ 5-3-8 വയസ്സായ കുട്ടിയുടെ മണ്ടയിലേക്ക് അടിച്ചു കയറ്റാണ്. എന്താ നബി തങ്ങളുടെ പ്രകാശം? ഈ ലോകത്ത് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് നബി തങ്ങളുടെ പ്രകാശമാകുന്നു. ആ പ്രകാശത്തിൽ ഇന്നാണ് സർവ്വചരാചരങ്ങളും സൃഷ്ടിക്കപ്പെട്ടത്. ഹിമാലയം നുണ കുട്ടികളെ മണ്ടേക്ക് അടിച്ചു കയറ്റുക. ഇതാണ് മങ്കൂസിന്റെ ആദ്യത്തിലുള്ളത്. മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിലെ വരി ഹിമാലയം നുണയാണ്. സുബ്ഹാനല്ലദി അത്റഅ ഫീ ശഹരി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഅവജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ. റബീഉൽ അവ്വൽ മാസം ഈ പ്രവാചകനാകുന്ന ചന്ദ്രനെ ഉദയം ചെയ്യിച്ച അല്ലാഹു പരിശുദ്ധനാണ്. അദ്ദേഹത്തിന്റെ പ്രകാശത്തെ ലോകത്തെ പടക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. മുഹമ്മദ് എന്ന് പേര് വെക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോ ലോകത്തെ സൃഷ്ടിക്കുന്നതിന് പിന്നെ റസൂലിന്റെ പ്രകാശം ഉണ്ടായിട്ടുണ്ട്. ആ പ്രകാശത്തിൽ നിന്നാണ് ഈ ലോകത്തെ സർവ്വചരാചരങ്ങൾ ചലിക്കുന്നതും ചലിക്കാത്ത മുഴുവൻ സാധനം ഉണ്ടായത്. നോക്കണം നിങ്ങൾ, റസൂലിന്റെ പ്രകാശത്തിന്റെ പച്ച നുണയത്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ലോകത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഈ മുഹമ്മദീയ പ്രകാശത്തിന്റെ കള്ളക്കഥ പറയുന്നില്ല. പരിശുദ്ധ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ബദുഉൽ ഖൽഖ്, സൃഷ്ടിപ്പിന്റെ ആരംഭം എന്ന അധ്യായങ്ങൾ തന്നെയുണ്ട് ബുഖാരി പോലെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ. അവിടെ നബി പ്രകാശത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇത് കള്ള ഹദീസുകൾ കെട്ടിയുണ്ടാക്കിയിട്ട് റസൂലുള്ളാഹിന്റെ പേര് ചാർജ് ചെയ്യാണ്. ഇല്ലാത്ത ഹദീസ് മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന കിതാബിൽ ഹദീസ് ഉണ്ടെന്ന് വാദിച്ചുകൊണ്ട് ഒരു സഖാഫി തെക്കൻകുത്തൂരിൽ വെച്ച് പ്രസംഗിച്ചു. ഞാനതിന് മറുപടി പറഞ്ഞപ്പോ സഖാഫിയോട് ഞാൻ പറഞ്ഞു, അങ്ങനെ ഹദീസ് ഇല്ല മുസന്നഫില്. ഓ മൗലവി തെരഞ്ഞു നോക്കിയിട്ട് കണ്ടില്ലല്ലേ? എന്നാലേ കസ്തല്ലാനിയുടെ മുഹായിബുൽ ദുനിയ എന്ന കിതാബിലുണ്ട്. അപ്പൊ മുസന്നഫിലില്ലാന്ന് ഉറപ്പായില്ലേ? അപ്പൊ കസ്തല്ലാനി എന്ന് പറയുന്ന പിൽക്കാലക്കാരനായ ഒരു ചരിത്രകാരൻ അയാളെ ഗീറ കിതാബിൽ നുണ എഴുതി വെച്ചതാണ് മുസന്നഫിൽ ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. ദാറുൽ ഇഫ്ത, സൗദി അറേബ്യയിലെ പണ്ഡിത സമിതി ഫത്വ ബോർഡ് പുറത്തിറക്കിയ പുസ്തകത്തിൽ ഈ ഹദീസ് മുസന്നഫിൽ ഇല്ലാത്തതും മുസന്നഫിന്റെ പേരിൽ കള്ളമായി ആരോപിച്ചതുമാണെന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റസൂലിന്റെ പേരിൽ ഇല്ലാത്ത ഹദീസ് വരെ ഉണ്ടാക്കിയിട്ട് ഈ കള്ള ആരോപണം സ്ഥാപിക്കുകയാണ്. മാത്രല്ല, റസൂൽ ജീവിച്ചതിന്റെ ഒരു വെളിച്ചായിട്ടാണ് ഈ ഖൗമിന്റെ വിശ്വാസം. ഇപ്പോ മൗലൂദുകളൊക്കെ താളമേളങ്ങളോട് കൂടി നല്ല നല്ല പാട്ടുകാരെ വെച്ചിട്ട് പാടിച്ചിട്ടാ പറക്കണേ. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി സല്ലി റബ്ബൽ ആലമീന അലാ. കേട്ടില്ലേ? ഇങ്ങനെ ആളുകൾ ഇങ്ങനെ തുള്ളുന്നതിനനുസരിച്ച് അങ്ങനത്തെ താളമേളങ്ങളാ. എന്താ അതിന്റെ അർത്ഥം? ഇന്ന ബൈതൻ അന്ത സാകിനുഹു. നമ്മളാളുകളും ചിലപ്പോൾ കൊണ്ടുവന്നത് കുഴപ്പമില്ല, കേട്ടുവെക്കാം എന്നറിയും. ഈ മാപ്പിളപ്പാട്ടിലൊക്കെ ഉണ്ട് ഈ ജാതി വൃത്തികേടുകൾ. ഇന്ന ബൈതൻ അന്ത സാകിനുഹു, നബിയെ നിങ്ങൾ താമസിക്കുന്ന വീട് ലൈസ മുഹ്താജൻ ഇല സുറുജി, അവിടെ വിളക്കിന്റെ ആവശ്യമില്ല. നബിന്റെ ഒരു ട്യൂബ് ലൈറ്റ് ആണ്. അതൊക്കെ നിങ്ങൾ വെറുതെ പറയല്ലേ മോലി, അതൊക്കെ സാഹിത്യത്തിൽ ആലങ്കാരികമായിട്ട് ഇപ്പൊ നമ്മളൊക്കെ പറയല്ലേ.
അദ്ദേഹം ഒരു പ്രകാശ ഗോപുരമായി തിളങ്ങി നിന്ന മഹൽ വ്യക്തിത്വമായിരുന്നു. അതുപോലെ പറഞ്ഞാലേ എന്നാ കേട്ടോളി. തങ്ങളോളി വാലിരുൾ രാവിൽ വീണുള്ള ദൂഷിയും ആയിഷ ബീവി എടുത്തോവർ. മഹ്മൂദ് മാല റസൂലുള്ളാന്റെ വെളിച്ചം കൊണ്ട് രാത്രിയിൽ വീണുപോയ ദൂഷി പറഞ്ഞാ സൂചി തെരഞ്ഞെടുത്തു. അപ്പോ അലങ്കാരികാണോ? നിങ്ങൾ ആ ടോർച്ചൊന്നും അടിക്കും മനസ്സിലായി സൂചന തെരഞ്ഞെടുക്കട്ടെ നിങ്ങളെ പെണ്ണുങ്ങൾ പറയില്ല. അത് മാതിരി മുഹമ്മദ് നബിന്റെ വെളിച്ചത്തിന്റെ സഹായത്തോടു കൂടി വീണ് പോയ സൂചി തെരഞ്ഞെടുത്തു ആയിഷ ബീവി. അപ്പൊ ഈ ഖുറാഫി വിശ്വസിക്കണേ റസൂലിന്റെ ട്യൂബ്ലൈറ്റ് ആയിരുന്നു എന്നാണ്. കണ്ടോ? റസൂലിനെ സൃഷ്ടിച്ച വെളിച്ചം കൊണ്ടാ. വെളിച്ചം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് മലക്കുകളാണ്. ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ നാർ. ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ട തീജ്വാല കൊണ്ടാണ്, മലക്കുകൾ വെളിച്ചം പ്രകാശം കൊണ്ടും. വഖുലിഖ ആദമു മിമ്മാ ഖദ് മുസിഫ ലക്കും. ആദം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതോ മണ്ണിൽ നിന്നാണ്. ഖുർആൻ നിങ്ങൾക്ക് വിവരിച്ച മണ്ണിൽ നിന്നാണ്. റസൂൽ പറഞ്ഞിട്ടുണ്ടോ ഞാനേ പെടൂല? പറഞ്ഞിട്ടില്ല. മാത്രമല്ല സമസ്തക്കാരെ മതത്തിൽ പഠിപ്പിക്കുന്നു പ്രവാചകന്മാർ ആത്മീയമായി ശാരീരികമായി മനുഷ്യന്റെ പ്രകൃതിയിലാണെങ്കിലും ആത്മീയമായി മലക്കുകളാണ്. അപ്പൊ ഒരു പകുതി മലക്ക മുഹമ്മദ് നബിയൊക്കെ. ഇതെങ്ങാനൊന്ന് അബൂജഹലിന്റെ കിട്ടിയെന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നിങ്ങൾ അങ്ങനെ നോമ്പ് വെച്ചോളി, അയാൾ പകുതി മലക്ക, അയാൾക്ക് ഭക്ഷണം പകുതി മതി, നിങ്ങൾ അങ്ങനെ പിന്നാലെ കൂടിക്കോളി എന്ന് പറയില്ലേ? പ്രവാചകന്മാർ മലക്കുകളായിരുന്നില്ല എന്നാ ഖുർആൻ സ്ഥാപിക്കുന്നത്, മനുഷ്യരായിരുന്നു. എന്തുകൊണ്ട് മലക്കിനെ അയക്കുന്നില്ല എന്ന് അബൂജഹലും കൂട്ടരും ചോദിച്ചപ്പോ അള്ള കൊടുക്കുന്ന മറുപടി, മലക്കിനെ അയക്കണമെങ്കിൽ ദുനിയാവിൽ ജീവിക്കുന്നത് മലക്കുകളാകണ്ടിന്നോ, ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. ആ പച്ചയായ മനുഷ്യന്മാർക്ക് മാതൃകയാക്കാനാണ് ഞാൻ നബിമാരെ അയക്കണമെന്നാ. പക്ഷെ പിൽക്കാലത്ത് എന്തായി? പ്രവാചകനെ സംബന്ധിച്ചുള്ള വിശ്വാസം അദ്ദേഹം പകുതി മലക്കിന്റെ സ്വഭാവത്തിലാണ്. ഈ തരത്തിലുള്ള എന്തെല്ലാം അബദ്ധങ്ങളാണ് ഈ ഖുറാഫികളെ മദ്രസയിൽ വെച്ച് പഠിക്കണമെന്നറിയോ? 20 ഉപ്പാപ്പമാരെ പേര് ചൊല്ലിപ്പടിക്കും. അവരുടെ വാപ്പ അബ്ദുള്ള, അവരുടെ വാപ്പ അബ്ദുൽ മുത്തലിബ്, അല്ലേ? എന്നിട്ട് പിന്നെ പാട്ടായി തന്നെ പഠിക്കുന്നുണ്ട്. അവരെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് റസൂലുള്ളാന്റെ 20 ഉപ്പാപ്പമാരെ പേര് ഉമ്മ വഴിക്കും, 20 ഉപ്പാപ്പമാരെ പേർക്ക് ഉപ്പ വഴിക്കും ചൊല്ലിപ്പടിക്കൽ ഫർളാകുന്നു. ചൊല്ലിപ്പടിച്ച വംശപരമ്പര മനസ്സിലാക്കാന്നല്ലാതെ അങ്ങനെ ഒരു ഫർള് ഖുർആനിലോ ഹദീസിലോ ഉണ്ടോ? ഒരൊറ്റ മുസ്ലിം ഉണ്ടായില്ല നിങ്ങളൊന്ന് ചോദിച്ചു നോക്കാണ് ഈ മൗലവിമാരോട് പോയിട്ട്. റസൂലുള്ളാന്റെ ഉപ്പ മുസ്ലിമാ? അല്ല. അബ്ദുള്ള മുസ്ലിം അല്ല. ഒരാൾ റസൂലിനോട് വന്നിട്ട് ചോദിച്ചു, ഐന അബി, എന്റെ വാപ്പ എവിടെയെന്ന് ചോദിച്ചു. അബൂക ഫിന്നാർ, നിന്റെ വാപ്പ നരകത്തിലാണ്. റസൂൽ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണ്. അപ്പൊ അയാൾ വിഷമിച്ചിങ്ങനെ തിരിച്ചു പോകുമ്പോൾ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞോട്ട് ഇന്ന അബി വഅബാക ഫിന്നാർ, എന്റെ വാപ്പി നിന്റെ വാപ്പി നരകത്തിലാണ്. അപ്പൊ റസൂലിന്റെ വാപ്പ മുസ്ലിം അല്ല, നരകത്തിലാണെന്ന്. ഇപ്പൊ ചില ആളുകൾ പറയാണ്, നമ്മളിപ്പോ അങ്ങനെ പറയണേ റസൂലിന് ഇഷ്ടപ്പെടുവോ? റസൂലിന് വിഷമല്ലേ? റസൂലിന് ബാപ്പ മുശ്രിക്കായാലും വിഷമുണ്ടാവും, പക്ഷേ ഇത് പറയണിന് വിഷമുണ്ടാവില്ല. കാരണം റസൂൽ നമ്മളോട് പറഞ്ഞ നബിന്റെ വാപ്പാന്റെ കാര്യത്തിൽ നബിക്കില്ലാത്ത ചില പിരിച്ച ചില ആളുകൾക്ക് എന്റെ വാപ്പ നരകത്തിലാണ് എന്ന് നബി പറയാ, ഞങ്ങൾ സമ്മതിക്കൂല നമ്മള്. എന്താ പിന്നെ അതിൽ അർത്ഥമുള്ളത്? പിന്നെ അബ്ദുൽ മുത്തലിബ് മുസ്ലിമാ? അങ്ങോട്ട് കൂട്ടി നോക്കി നിങ്ങള്. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാശിമുൻ അബ്ദു മനാഫിം മുൻതസിബ് ഖുസൈ കിലാബും മുറത്തും കഅബുൽ ലുഐ ഖാലിബു ഫീരിൻ മാലികുൻ നദറുൻ നുഖൈ. ഇത് മദ്രസയിൽ പഠിപ്പിക്കണം. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഒരൊറ്റ ദിവസം പോലും ഖുറാഫി ക്ലാസ് പഠിച്ചിട്ടില്ല. ബല പുസ്തകം പരിശോധിച്ചത് നമ്മൾ ഈ ഖുറാഫി ഒടുക്കാൻ ജനങ്ങളെ കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കണ്ടെത്തിയതാ 20 ഉപ്പാപ്പമാരെ പേര് വെച്ചിട്ട് ബെയ്ത്തുണ്ടാക്കിക്ക, എന്നിട്ട് അത് ചൊല്ലിപ്പഠിപ്പിക്കും. 1ാം ക്ലാസ്സിന് അവരുടെ വാപ്പ എന്നിട്ട് ചൊല്ലിപ്പഠിപ്പിക്കും. 2ലും 3ലെത്തി പാട്ട് പഠിപ്പിക്കും. 20 വാപ്പാപ്പമാരെ പേര് ചൊല്ലിപ്പഠിക്കല് ഫർളാണ്. നബിന്റെ ഉമ്മാന്റെ സ്ഥിതി എന്താ? ഉമ്മാന്റെ ഖബർ റസൂൽ കണ്ടു. അപ്പോൾ ഇസ്തഅദൻതു റബ്ബി അൻ അസ്തഗ്ഫിറ ലി ഉമ്മി, എന്റെ ഉമ്മാക്ക് പൊറുക്കലിനെ തേടാൻ വേണ്ടി ഞാൻ അള്ളാഹിനോട് പെർമിഷൻ ചോദിച്ചു. ഫലം യുദൻ ലി, എനിക്ക് അനുമതി കിട്ടിയില്ല. ഉമ്മാന്റെ ഖബറൊന്ന് സിയാറത്ത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഫഉദിന ലി, അപ്പോൾ എനിക്ക് അനുവാദം കിട്ടി. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത സഹിയായ ഹദീസ. എന്നിട്ട് അതിനെ വിവരിച്ചുകൊണ്ട് നവവി പറയാണ്, മുശ്രിക്കീങ്ങളെ ഖബറും സിയാറത്ത് ചെയ്യാമെന്ന് ഇതിൽ തെളിവുണ്ട്, അതും ജായിസാണ്, അനുവദനീയാണ്. അവൻ നബിന്റെ ഉമ്മ മുശ്രിക്കാണ്, ബാപ്പ നരകത്തിലാണെന്നൊക്കെ നബി പഠിപ്പിച്ചതാ. എന്നിട്ടും ആമിന ബീവി വറുവിയ അന്ന ആമിന എന്ന് മൗലൂദ് കിതാബിൽ വായിക്കുമ്പോൾ കൂടി നിൽക്കുന്ന ഖൗമ് റളിയല്ലാഹു അൻഹാ എന്നാണ് പറയും. മുസ്ലിം അല്ലാത്ത ആമിന ബീവിനെ പറ്റി സഹാബി